ബാങ്കോക്ക് ബസ് സ്റ്റേഷൻ. ഞാൻ ബാങ്കോക്കിൽ നിന്ന് കൊറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. നക്കോൺ രാജസീമ. ഇവിടെ നിന്നൊരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കോക്ക് അതവരുടെ ബസ് ടെർമിനലാണ് മെയിനായിട്ട്. അത് രണ്ടെണ്ണം ഉണ്ടായാലും ഇപ്പോൾ ഉള്ളതിൽ വലുത് ഇതാണ്. ഇത് സൂപ്പറായിട്ടാണ് നോക്കിയാൽ കൗണ്ടറുകളും കാര്യങ്ങളും ഉള്ള പല പല സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടികളും. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ബൂൺ തന്നെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടണമെന്നൊക്കെ നോക്കിയാൽ ചെയ്യാൻ നിൽക്കാം. അപ്പോൾ അയാളുള്ളതുകൊണ്ട് പകുതി ഉപകാരം. ഞാൻ പിന്നിൽ ക്യാമറയും പിടിച്ച് ഓടി നടക്കണേ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരു 20-25 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട് വണ്ടി വരാൻ. അപ്പോൾ ബസ് പോകുന്നിടത്തേക്ക് ബസ്സിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. ബാങ്കോക്കിൽ മൂച്ചിറ്റ് എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനാണ് കേട്ടോ. അത് ഇവരുടെ നമ്പർ 1 ബസ് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കുള്ള ബസ് പുറപ്പെടുന്നത്. ബസ് ടെർമിനൽ നിങ്ങൾ നോക്കിയാൽ വിമാനത്താവളത്തിലേക്ക് പോണ പോലെയാണ്. നമ്മൾ എന്താ സൂപ്പറായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഗ്രൗണ്ടിലേക്ക് ബസ്സുകൾ എടുക്കുന്നുണ്ടോ പാർക്കിങ്ങിൽ. നല്ല സൂപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റി ആട്ടത്. നമ്മുടെ ഡ്രൈവർ നമുക്ക് മുന്നിൽ ഓടി എടുക്കണുണ്ടോ. നമ്മളെ കയറ്റി വിടാനുള്ള തന്ത്രപ്പാടില്ല. ഇവനെ നമുക്ക് പൈസ കൊടുക്കാതെ, അതായത് എക്സ്ട്രാ ഒരു ടിപ്പ് കൊടുക്കാതെ എങ്ങനെ വിടാൻ പറ്റും? അത്രയും കാര്യക്ഷമമായിട്ട് എന്നെ കൊണ്ട് സ്വന്തം ഒരു സഹോദരനെ പോലെ നീ വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ബസ്സിൽ കയറ്റി വിടുന്നു. കാരണം അയാൾക്കിത് ഓടിയിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി റെൻ്റ് 1,000 രൂപ കൂടെ കൊടുക്കണം. അതും കഴിഞ്ഞ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് വേണം അവനവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും കണ്ടു കൊടുക്കണം. ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ പോകണം കേട്ടോ. ഈ വീഡിയോ എടുക്കണ ഞാനല്ല കേട്ടോ. അവർ കലാപരമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവം സാധിച്ചു ഇംഗ്ലീഷിലൊന്നും എഴുതാത്തത് കൊണ്ട് ഒരു തേങ്ങയും മനസ്സിലാവില്ല. ഇത് മാത്രമാണ് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇംഗ്ലീഷ് കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ബസ് സ്റ്റാൻഡൊക്കെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും വണ്ടികളൊക്കെ പ്രൈവറ്റാരിയാന്ന് കൊണ്ടിട്ടാ. പല വണ്ടികളും പലതാ. ചിലർ വണ്ടിയിൽ വൈഫൈ ഉള്ള വണ്ടികളുണ്ട്, ചില വണ്ടിയിൽ വിത്ത് ഫുഡുള്ള വണ്ടികളുണ്ട്. ഇതൊക്കെ ഞാൻ പിന്നെയാണ് അറിയണത്. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. നമ്മുടെ ഡ്രൈവർ ബൂൺ ഭയങ്കര പരോപകാരിയായിട്ടാണ്. ടിക്കറ്റൊക്കെ കൊടുത്ത് ബാഗേജ് ഉള്ളിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. വണ്ടിയുടെ ഡെക്കിൽ വെക്കും. പിന്നെ വിശന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡ് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവനെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോന്നു. നമുക്ക് യാത്ര ചെയ്യേണ്ട കാരണം വലിയ റിസ്ക് ഒന്നും എടുത്തില്ല. നോർമൽ എല്ലാം കറങ്ങി തിരിച്ച് KFC തന്നെ വരും. KFC വാങ്ങി ബൂണിനും കൊടുത്തു. പിന്നെ ഫാമിലി മാനാണ് വീട്ടിൽ പോയിട്ട് കഴിക്കുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി നമ്മുടെ സീറ്റൊക്കെ കത്തിപ്പിടിച്ചു. സൂപ്പർ ബസ് നമ്മളെ ഒരു യാത്ര അയക്കുന്നിട്ടാ. ഇനി വീണ്ടും കാണാം. നമ്മൾ പതുക്കനെ സിറ്റി വിട്ട് പോവുകയാണ് മക്കളെ. അപ്പോൾ നമ്മളിനി അടുത്ത വില്ലേജ്, അതായത് ഒരു അടുത്ത പ്രൊവിൻസിൽ പോയിട്ട് കാണാം. പ്രൊവിൻസ് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം സിറ്റി തന്നെയായിരിക്കും. നമ്മൾ ഞാൻ പോണ വഴിയുള്ള യാത്രകൾ കുറച്ച് വീഡിയോസ് എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ ബാങ്കോക്ക് വലിയ സിറ്റിയാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ. TV-യിൽ എന്തൊക്കെയോ പരസ്യം കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളിങ്ങനെ നോക്കി ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ എടുക്കണു. നല്ല സൂപ്പർ വ്യൂസാണ് ഔട്ട് സൈഡിലുള്ളത്. പക്ഷേ ഇത് സിറ്റിയുടെ ഭാഗം തന്നെയുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രാമ ഭംഗിയാണ്. പക്ഷെ ഒന്നും കാണാനില്ല. അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ കാണുമായിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ടൊരു വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയത്. എൻ്റെ അച്ഛൻ്റെ അനിയൻ ഇവിടെ ബാങ്കോക്കിൽ ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണെന്ന് പറയണേ ഗൂഗിൾ. എന്തായാലും പോണതിനുള്ളിൽ അവിടെ പോയി കാണണം. തൽക്കാലം ഇപ്പോൾ ഇവിടേക്ക് പോക്ക് നടക്കട്ടെ. നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഹൈവേ ആട്ടോ. മീൻസ് വളരെ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. ഹാറ്റ്സ് ഓഫ് ടു ദം എന്ന് പറയില്ലേ. അവർക്കൊരു കയ്യടി കൊടുക്കാം. ആളുകളെ കയറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ അത് ഫുഡ് കളക്ട് ചെയ്യാനുള്ള, McDonald's കളക്ട് ചെയ്യാനുള്ള ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്.
നമുക്ക് മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ബർഗർ കൊണ്ടുവച്ച് പോയിട്ടുണ്ട് കേട്ടോ. മാക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ ഫ്രീ കിട്ടിയിട്ടുണ്ട് വണ്ടിയിലൊപ്പം. അപ്പോൾ ഒരു ബർഗറും വെള്ളം ഫ്രീ ഉണ്ട്. എത്ര ദൂരമായിന്ന് അറിയോ? വണ്ടി പുറപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് ഈ ഓവർ ബ്രിഡ്ജ് അപ്പുറത്തൂടെ പോണത്. അപ്പോൾ അത്ര അധികം കൺസ്ട്രക്ഷൻ അവിടെ നടന്നുണ്ട് നല്ല രീതിയിൽ. റോഡൊക്കെ നല്ല സൂപ്പർ കേട്ടോ. അത്യാവശ്യം സ്പീഡിലാണ് വണ്ടി കിടന്ന് പിടച്ച് പോകുന്നത്. ഗൂഗിൾ പ്രകാരം നമ്മൾ ഈ യാത്രയിൽ തായ്ലൻഡിൻ്റെ പ്രശസ്തമായ ആയത്തോയ പ്രൊവിൻസിൽ കൂടെ, അതായത് ആ ഏരിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ആ വഴിയിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ആയത്തോയ പോകുന്ന വഴി പല പല സ്ഥലങ്ങളായിട്ട് ബുദ്ധൻ്റെ പ്രതിമകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ 3-4 ഞാനിത് ശ്രദ്ധിക്കണത്. ബുദ്ധൻ്റെ പ്രതിമ കമ്പൽസറി ആയിട്ട് അവിടെ കാണുന്നുണ്ട്. ചെറിയ ഒരു പച്ചപ്പും കാടുള്ള സ്ഥലത്തൂടെയാണെന്നുകൊണ്ട് ഇപ്പോൾ പോണത്. സിറ്റിയിൽ ബോറടിച്ചപ്പോഴാണ് നമ്മൾ വില്ലേജുകളിലേക്ക് പോകാന്ന് വെച്ചത്. അപ്പോൾ ജസ്റ്റ് പക്ഷേ ഇപ്പോൾ കണ്ടിടത്തോളം റോഡും കാര്യങ്ങളും കണ്ടിടത്തോളമൊക്കെ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് സ്ഥലങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. ഗ്രാമങ്ങളിൽ പോയാലാണ് നമ്മൾ അവിടുത്തെ സ്ഥിതി അറിയുള്ളൂ. നല്ല നല്ല റിച്ച് കൺട്രി പോലെയാണ് കേട്ടോ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമുള്ള ലോപുരി ഏരിയയിൽ കൂടിയും നമ്മുടെ ഈ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. അപ്പുറത്ത് ചെറിയൊരു ജംഗിൾ പോലെയാണ്. കുരങ്ങന്മാരൊക്കെ കണ്ട പോലെ തോന്നി എനിക്ക് അവിടെ. ഏകദേശം 3.5 മണിക്കൂർ to 5 മണിക്കൂറാണ് യാത്രാ ടൈം കാണിച്ചിട്ടുള്ളത്. ബസ് അത്യാവശ്യം നല്ല സ്പീഡിലാണ്. പക്ഷേ ആ ഒരു ടൈം അവർ എടുക്കുന്നുണ്ട് എന്തായാലും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്രോക്സിമേറ്റ്ലി 260 കിലോമീറ്റേഴ്സാണ് ട്രാവൽ ഡിസ്റ്റൻസ് ബൈ റോഡ് കാണിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ടാക്സീനെ അപേക്ഷിച്ച് ബസ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ പൈസ ലാഭം വേണ്ടി മാത്രമല്ല. ബസ്സാകുമ്പോൾ പല പല മിക്സഡ് ആൾക്കാരുണ്ടാവും. നമ്മൾ അവരോട് എന്തെങ്കിലും സംസാരിക്കാം, അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ബസ്സിൽ ഒക്കെ പോയി യാത്ര ചെയ്യണത്. പക്ഷേ ഇന്നെനിക്ക് അപ്പുറത്ത് കിട്ടിയ ആൾ നമ്മളോടൊന്നും സംസാരിക്കണമില്ല. ചിലപ്പോൾ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അവൻ്റെ മുറി ഇംഗ്ലീഷോ എൻ്റെ മുറി ഇംഗ്ലീഷോ ഒക്കെ സംസാരിച്ച് ചോദിക്കൊന്നും നടക്കണില്ല. മധ്യ തായ്ലൻഡിൻ്റെ ഭൂപ്രകൃതിയിലേക്ക് നോക്കി മുഴുകിയിരിക്കുക എന്നുള്ള മാത്രം എനിക്ക് മുന്നുള്ളൊരു പോകാൻ വഴി. കാരണം ജസ്റ്റ് സിനിമയൊന്നും കാണാനില്ല, പുറത്ത് മൊബൈലിൽ മൂവിയൊന്നുമില്ല. പുറത്ത് നോക്കി അവരുടെ സാംസ്കാരിക പൈതൃകത്തിലേക്ക് കണ്ണുനട്ട് മുഴുകിയിരിക്കാം. സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ നമുക്ക് പറയാമായിരുന്നു അവരുടെ സമ്പന്നമായ പൈതൃകത്തിലേക്കുള്ള ആഴത്തിലുള്ള വേരോട്ടം എന്നൊക്കെ പറഞ്ഞു. ഞാനിത് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്താണ് ചേട്ടാ കാണുന്നത്, പുറത്തൊന്നുമില്ലല്ലോ. സത്യമാണ് മോനെ, പുറത്ത് ഇത് ഇങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് മധ്യ തായ്ലൻഡാണ്. തായ്ലൻഡ് അത്യാവശ്യം ഡെവലപ്ഡാന്ന് മനസ്സിലായി. റോഡുകളും എല്ലാതും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വഭാവം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അതാ ഇവിടെ നിന്നൊരു ഈ ബസ്സിൽ നമ്മുടെ ക്ലീനർ പെണ്ണായിരുന്നു കേട്ടോ. അത് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ പോയി നടന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന നോക്കിയാൽ. ഇത്രയും സ്പീഡിൽ പോണ ഹൈവേ ആണ്. മൂപ്പര് പോയിട്ട് ഇതും ചാടി കടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. നമ്മളിവിടെ വണ്ടി പിടിച്ചിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയി ഓപ്പോസിറ്റുള്ള ഏതോ ടയർ കടക്കാരന് എന്തോ കാശും കൊടുത്തിട്ടാണ് നമ്മുടെ ക്ലീനർ പെണ്ണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടായാലും ഇത് ക്രോസിങ് ഒഴിവാക്കാമായിരുന്നു. പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കിയാൽ റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അത്ര മാത്രം. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി, കൊറാത്ത് എത്താറായി. ഇവിടെ നിന്ന് വണ്ടി പുറപ്പെട്ട് ഒരു ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്തും. കൂടുതൽ ഇരുട്ടണതിന് മുകളിൽ എത്തണം, അതായിരുന്നു പ്രതീക്ഷ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അക്കോമഡേഷൻ ഇതുവരെ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ റിസോർട്ടുകൾ പോലെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടത്. ഇപ്പോൾ
500 ബാത്ത്, 500 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 1000 രൂപ ലെവലിലുള്ള. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് വലിയ റൂമും സ്വിമ്മിംഗ് പൂളിലിട്ട് അവിടെ സമയം ചിലവഴിക്കാനല്ലല്ലോ നമ്മൾ പോണത്. അവിടെ പോയി കിടന്നുറങ്ങാൻ പിറ്റേന്ന് ദിവസം ഇതുപോലെ നമ്മൾ കാലത്തെണീറ്റ് സ്ഥലങ്ങൾ കാണാൻ പോകണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും റൂമിന് ഒന്നും അധികം പൈസ സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഹോട്ടലുകളും അധികം എടുക്കാറില്ല. കാരണം എല്ലായ്പ്പോഴും ഞാൻ എണീക്കുന്നത് ലേറ്റായിരിക്കും. പിന്നെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ തന്നെ ഒരു എടുത്താൽ പിടിച്ച് ഓട്ടമായിരിക്കും. അപ്പോൾ വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ചില ഒഴിച്ചുകൂടാത്ത സന്ദർഭങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റുള്ള നമ്മൾ ഹോട്ടൽ സെലക്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫുഡും സ്പൈസി നമുക്ക് ആവശ്യാനുസരണം നമുക്കിപ്പോൾ സ്പൈസി ഇത്തിരി എരിവ് കൂട്ടണം എന്ന് പറഞ്ഞാൽ അവരിൽ കുറച്ച് സോസുകളൊക്കെ ഉണ്ട്, അവരടുത്ത് മിക്സ് ചെയ്തിട്ട് തരും അത്. അതുകൊണ്ട് തായ്ലൻഡിനെ സംബന്ധിച്ച് നമുക്ക് ഭക്ഷണം ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ വണ്ടി ഇതേ വീണ്ടും എടുത്ത് തുടങ്ങി കേട്ടോ. നമ്മൾ കൊറാത്ത് എത്താറായി. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ്. അവരിനി ഓടണില്ല, ഈ മാളുടെ മുകളിൽ നിർത്തി വെച്ചിരിക്കുക. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ എളുപ്പമൊഴിക്കുകയും ചെയ്താന്നുകൊണ്ട് ഞാനിനി വേറെ വണ്ടി വിളിച്ചിട്ടാണ് പോണത്. എനിക്കൊരു ഷെയറിങ് വണ്ടി കിട്ടി, അതിൽ അപ്പുറത്തേക്ക് പോട്ടെ. അവിടെ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഒരു റിസോർട്ട് അങ്ങനെ ഒരു 500 ബാത്ത് എന്ന് വെച്ചാൽ 50 ദിർഹംസ്, 1000 രൂപയ്ക്കുള്ള ഒരു റൂം കിട്ടി. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടി റൂം. ഇതാണ് കന്ന് കിടക്കുമ്പോഴുള്ള എൻട്രൻസ്. റൂം, ചായ ഉണ്ടാക്കുന്ന സ്ഥലം, ഒരു കബോർഡ്, ബാത്ത് ടബൊക്കെ ഉള്ള ബാത്റൂമാണ് കേട്ടോ. പക്ഷെ ഒടുക്കത്തെ ചൂടാണ് അവിടെ. അങ്ങനെയുണ്ട്. നമ്മൾ റിസോർട്ടെന്ന് പറയും, കുറേ വീടുകൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല സൂപ്പറായിട്ട്. ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് 1-2 സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോവാം.